അപ്പൊ നമുക്കിനി പഠിക്കാനുള്ളത് ഈ ബിസിനസിനെ പറ്റിയുള്ള കാര്യങ്ങളാണ്. What are the difference between a business, profession and employment? What is the difference between business, profession and employment? Okay. അപ്പോൾ മോഡ് ഓഫ് എസ്റ്റാബ്ലിഷ്മെന്റ് എങ്ങനെയാണ് അത് നിർമ്മിക്കുന്നത് എന്നുള്ളതാണ്, അല്ലെങ്കിൽ എങ്ങനെയാണ് അതിന്റെ എസ്റ്റാബ്ലിഷ്മെന്റ്, അതിന്റെ നിർമ്മാണം എങ്ങനെയാണ്. ദ ഫസ്റ്റ് ഡിഫറൻസ്, ബിസിനസ് എങ്ങനെയാണ്? ഓൺട്രപ്രണേഴ്സ് ഡിസിഷൻ ആൻഡ് അതർ ലീഗൽ ഫോർമാലിറ്റീസ് ഇഫ് നെസസറി. ഓൺട്രപ്രണർ എന്ന് പറഞ്ഞാൽ ആരാ? ഓൺട്രപ്രണർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൺ ഹു സ്റ്റാർട്ടിങ് എ ബിസിനസ്, വി ക്യാൻ സേ ഹിം ആസ് ഓൺട്രപ്രണർ. ഇപ്പൊ ആഷിഖ് ആണ് ഒരു ബിസിനസ് തുടങ്ങുന്നതെങ്കിൽ വി ക്യാൻ സേ ഹിം ആസ് ദ ഓൺട്രപ്രണർ. ആഷിഖ് ഇസ് ദ ഓൺട്രപ്രണർ ഓഫ് എ ബിസിനസ്. ഇപ്പൊ ഖാദർ ഒരു ചെരുപ്പ് കമ്പനി തുടങ്ങുന്നു, ഹി ഇസ് ദ ഓൺട്രപ്രണർ ഓഫ് ബിസിനസ്. അപ്പോ ഖാദറിന്റെ തീരുമാനത്തിലാണ് ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുക. അതർ ലീഗൽ ഫോർമാലിറ്റീസ് ഉണ്ടാവും. ഇഫ് എ കമ്പനി, if he is starting a company, he needs to register in Indian Companies Act. If he is doing a partnership business, he need to get the consent from other partners, or he need to prepare necessary documents for that particular business. Okay, appo ini business കഴിഞ്ഞു. പ്രൊഫഷൻ എങ്ങനെയാണ്? മെമ്പർഷിപ്പ് ഓഫ് എ പ്രൊഫഷണൽ ബോഡി ആൻഡ് സർട്ടിഫിക്കറ്റ് ഓഫ് പ്രാക്ടീസ്. ഒരാൾ ചാർട്ടേഡ് അക്കൗണ്ടൻസി പഠിച്ചു കഴിഞ്ഞ് അയാൾ ഒരു CA കാരനായിട്ട് പ്രാക്ടീസ് ചെയ്യാൻ എപ്പോൾ മാത്രമേ സാധിക്കുള്ളൂ? ആഫ്റ്റർ രജിസ്റ്ററിങ് ഹിസ് നെയിം in professional body. ICAI, Indian Institute, Indian Chartered Accountant, Institute of Chartered Accountants of India എന്ന് പറയുന്ന സ്ഥാപനത്തിൽ പ്രൊഫഷണൽ ബോഡിയിൽ രജിസ്റ്റർ, അയാളുടെ പേര് രജിസ്റ്റർ ചെയ്യുമ്പോൾ മാത്രമാണ് അയാൾക്ക് ഇന്ത്യയിൽ CA കാരനായിട്ട് പ്രാക്ടീസ് ചെയ്യാൻ കഴിയുള്ളൂ. ഒരാൾക്ക് ഡോക്ടറായിട്ട് പ്രാക്ടീസ് ചെയ്യാൻ കഴിയുന്നപ്പോൾ മാത്രമായിരിക്കും? ആഫ്റ്റർ ഹി രജിസ്റ്ററിങ് ഹിസ് നെയിം in Institute of Medical Science, ഒരു മെഡിക്കൽ അസോസിയേഷനിൽ അയാളുടെ പേര് രജിസ്റ്റർ ചെയ്യുമ്പോഴാണ്. ഓൾ ഇന്ത്യ മെഡിക്കൽ അസോസിയേഷനിൽ IMAIL രജിസ്റ്റർ ചെയ്യുമ്പോൾ അയാൾക്ക് ഡോക്ടർ ആവാൻ പറ്റുള്ളൂ. ഒരാൾക്ക് വക്കീലാവണമെങ്കിലോ ഹി നീഡ്സ് ടു രജിസ്റ്റർ ഇൻ ദ ബാർ കൗൺസിൽ ഓഫ് ഇന്ത്യ. ഇപ്പൊ ഇങ്ങനെ അയാള് ഏത് ഭാഗമാണോ പഠിച്ചത്, ഏത് വിഷയമാണോ പഠിച്ചത്, ആ വിഷയത്തിന്റെ പ്രൊഫഷണൽ ബോഡിയിൽ രജിസ്റ്റർ ചെയ്ത് ഒരു സർട്ടിഫിക്കറ്റ് ഓഫ് പ്രാക്ടീസ് അയാൾക്ക് കിട്ടുമ്പോൾ മാത്രമേ നമ്മളിപ്പോ, അപ്പൊ അതിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ അയാൾ അതിന് അയാള് യോഗ്യനാണ് എന്നുള്ള കാരണമാണ്. ഇനി കമ്മിങ് ടു എംപ്ലോയ്മെന്റ്, അപ്പോയിന്റ്മെന്റ് ലെറ്റർ ആൻഡ് സർവീസ് എഗ്രിമെന്റ്. എങ്ങനെയാണ് ഒരു എംപ്ലോയിക്ക് എംപ്ലോയ്മെന്റ് കിട്ടുക? ഒരു തൊഴിലാളിക്ക് തൊഴിൽ കിട്ടുന്ന എപ്പോഴായിരിക്കും? ആഫ്റ്റർ ഗെറ്റിംഗ് എ കൺസെന്റ്, വെദർ ഇറ്റ് ഈസ് ഓറൽ ഓർ റിട്ടൺ ഫ്രം ദ എംപ്ലോയർ. എംപ്ലോയറുടെ കയ്യിൽ നിന്ന് ഒന്നെങ്കിൽ വാമൂലമുള്ള സമ്മതമോ എഴുതപ്പെട്ട രീതിയിലുള്ള ഒരു അപ്പോയിന്റ്മെന്റ് ലെറ്റർ കിട്ടുമ്പോൾ മാത്രമാണ് ഹി വിൽ ബിക്കം ആൻ എംപ്ലോയി. അപ്പോൾ ഈ മൂന്ന് കാര്യങ്ങളും ഉണ്ടാവുന്നത് എങ്ങനെയാണെന്ന് പഠിച്ചു. ബിസിനസ് ആണെങ്കിൽ വെറുതെ ആഷിക്കിരുന്ന് ചിന്തിച്ചാൽ മതി, എന്താ എനിക്ക് ഇന്ന ബിസിനസ് തുടങ്ങണം. Then after fulfilling all the legal formalities, he can start a business. But coming to a profession, ഇപ്പൊ ജുനൈദ് പറയാണ് I need to be a doctor. പിറ്റേ ദിവസം രാവിലെ റൂം തയ്യാറാക്കിയിട്ട് ഡോക്ടറായിട്ട് ഇരിക്കാൻ പറ്റുമോ? No, he cannot. First of all, he need to study in a medical college, and after that he need to get a certificate of practice from the professional body. After only that he can practice. അപ്പോൾ പ്രൊഫഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രജിസ്റ്റർ ചെയ്യണം. And after that, for an employment, he need to get the appointment letter from his employer. And coming to the next difference, nature of work. എന്ത് തരത്തിലുള്ള ജോലിയുടെ പ്രകൃതം എന്താണ്, അല്ലെങ്കിൽ ജോലിയുടെ സ്വഭാവം എന്താണ്? ബിസിനസ് ആണെങ്കിൽ എന്താ ചെയ്യുക? പ്രൊവിഷൻ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് ടു ദ പബ്ലിക്. A business will provide goods and services to public. അതാണ് ആര് ചെയ്യുന്നത്? ഒരു ബിസിനസ്മാൻ ചെയ്യുന്നത്. ഇപ്പൊ ഖാദർ ഒരു ബിസിനസ് തുടങ്ങിയാൽ he is giving his products to public. Or if he is starting a hospital, he is giving services to the public. From that he is collecting his profit. And coming to profession, rendering of personalized expert service. If Fazil is a doctor, he is giving medical treatment for the public. That means he is giving his knowledge and service to the public. So in case of business is providing goods and services to the public. For a profession, he is giving his expert service. He is giving his service that he acquired from training, from educating, from collecting all the resources, knowledge resources.
After that, he is rendering his personalized services or expert services from through his brain. അയാളുടെ ബുദ്ധി ഉപയോഗിച്ചിട്ടാണ് അയാളുടെ പണിയെടുക്കുക. Coming to employment, എന്താണ് സ്വഭാവം എന്താണ്? As per the contract made between the employer and employee. ഒരു എംപ്ലോയ്മെന്റിൽ എംപ്ലോയറിന് കൊടുത്ത എഗ്രിമെന്റ് അഥവാ കോൺട്രാക്റ്റിന്റെ അടിസ്ഥാനത്തിലായിരിക്കും എന്ത് ചെയ്യുക, എംപ്ലോയ്മെന്റിലുള്ള ജോലിയുടെ സ്വഭാവം എന്ന് പറയുന്നത്. സോ കമ്മിങ് ടു ദ ക്വാളിഫിക്കേഷൻ, ഫോർ എ ബിസിനസ് നോ മിനിമം ക്വാളിഫിക്കേഷൻ ഈസ് നെസസറി. ബിസിനസ് നടത്താൻ എന്തെങ്കിലും ക്വാളിഫിക്കേഷൻ്റെ ആവശ്യമുണ്ടോ? 2ാം ക്ലാസ് കഴിഞ്ഞവനും 10ാം ക്ലാസ്സും കുസ്തിയായിട്ട് നടക്കുന്നവനും എന്ത് ചെയ്യുക, ബിസിനസ് തുടങ്ങാം. For a business, no qualification, no minimum qualification is required. ഇനി പ്രൊഫഷൻ ആണെങ്കിൽ ഒരു MBA കാരന് മാത്രമേ ബിസിനസ് തുടങ്ങാൻ പാടുള്ളൂ എന്നെവിടെയില്ല. But if he is an MBA graduate, he can organize his business in a very good way. പക്ഷെ പ്രൊഫഷൻ വന്നു കഴിഞ്ഞാലോ എന്ത് ക്വാളിഫിക്കേഷൻ വേണ്ടേ? ഒരു ഡോക്ടർ ആവണമെങ്കിൽ he need to study MBBS. After that he need to go for house surgency, then only he will become a doctor. For a chartered accountant, he need to spend his 6 years for studying. അപ്പോ പ്രൊഫഷന്റെ കേസിൽ ഒരാൾ പ്രൊഫഷണൽ ആവുന്ന എപ്പോഴാ? ഏതെങ്കിലും ഒരു വിഷയത്തിൽ ആഴത്തിൽ പഠിച്ച് ട്രെയിനിങ് എടുക്കുമ്പോൾ മാത്രമാണ് he will be a professional. അല്ലേ? റൊണാൾഡോ ഒരു ദിവസം രാവിലെ എണീറ്റ് പ്രൊഫഷണൽ ആയതല്ലോ. കണ്ടിന്യൂസ് പ്രാക്ടീസ് ചോരയും നീരും കൊടുത്തിട്ട് അയാൾ ഒരു പ്രൊഫഷണൽ ആവണേ. അപ്പോ ഏതെങ്കിലും ഒരു ഫീൽഡിൽ പ്രൊഫഷണൽ ആവണമെങ്കിൽ ആഴത്തിലുള്ള പഠനവും ട്രെയിനിങ്ങും എക്സ്പീരിയൻസും ആവശ്യമാണ്. So coming to the employment, qualification and training as prescribed by the employer. എന്ത് ക്വാളിഫിക്കേഷൻ ഒരു എംപ്ലോയിക്ക് വേണ്ടത്? എംപ്ലോയർ പറയുന്ന ക്വാളിഫിക്കേഷൻ മതി. If he is a supervisor, ഇപ്പൊ എംപ്ലോയി ഒരു സൂപ്പർവൈസർ ആവണമെങ്കിൽ അയാൾക്ക് +2 വിദ്യാഭ്യാസം മതി. പക്ഷെ എംപ്ലോയി ഒരു അക്കൗണ്ടന്റ് ആണെങ്കിൽ, എംപ്ലോയറിന് ആവശ്യമുള്ളത് ഒരു അക്കൗണ്ടന്റ് ആണെങ്കിൽ എംപ്ലോയിക്ക് എന്ത് വേണം? മിനിമം ഒരു BCom ഡിഗ്രി എങ്കിലും വേണം, അല്ലെ? അപ്പൊ ഇതുപോലെ എംപ്ലോയർ എന്താണോ വെക്കുന്ന മാനദണ്ഡം അതിനനുസരിച്ചായിരിക്കും എംപ്ലോയിക്ക് വേണ്ട ക്വാളിഫിക്കേഷൻ. സോ കമ്മിങ് ടു ദ നെക്സ്റ്റ് നേച്ചർ ഓഫ് ഡിഫറൻസ്, അടുത്ത വ്യത്യാസം റിവാർഡ് ഓഫ് റിട്ടേൺ ആണ്. റിവാർഡ് ഓർ റിട്ടേൺ, ബിസിനസ് നടത്തുമ്പോൾ അയാൾക്ക് കിട്ടുന്ന പൈസക്ക് എന്താ പറയാ? ലാഭം, പ്രോഫിറ്റ് എന്നാണ് പറയാ. ഇനി പ്രൊഫഷൻ ആണെങ്കിൽ ഒരു വക്കീലിന് കിട്ടുന്ന എന്തായിരിക്കും? ഫീസ് ആയിരിക്കും. ഒരു ഡോക്ടറിന് കിട്ടുന്ന എന്തായിരിക്കും? ഫീസ് ആയിരിക്കും. ഒരു ചാർട്ടേഡ് അക്കൗണ്ടന്റിന് കിട്ടുന്ന എന്തായിരിക്കും? ഫീസ് ആയിരിക്കും. ഇനി ഒരു എംപ്ലോയ്മെന്റ് ആണെങ്കിൽ എംപ്ലോയിക്ക് കിട്ടുന്നതിന് എന്താ പറയാ? സാലറി ഓർ വേജസ്. വി ക്യാൻ സേ സാലറി എന്ന് പറഞ്ഞാൽ മാസ ശമ്പളം, വേജസ് എന്ന് പറഞ്ഞാൽ കൂലി, ദിവസക്കൂലി. ഓക്കെ, അപ്പൊ ബിസിനസ്സുകാരന് പ്രോഫിറ്റും പ്രൊഫഷണലിന് ഫീസും എംപ്ലോയിക്ക് കിട്ടുന്നത് സാലറി ഓർ വേജസ് ആയിരിക്കും. ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റ്, എത്ര മൂലധനം ആവശ്യമുണ്ട് എന്നുള്ളതാണെങ്കിൽ ബിസിനസ്സിന് എങ്ങനെയായിരിക്കണം? ബിസിനസിന്റെ രൂപത്തിനും സൈസിനും, അതായത് ബിസിനസിന്റെ ഏത് ബിസിനസ് ആണ് ചെയ്യുന്നത്, ബിസിനസിന്റെ വലിപ്പം എത്രയാണ്, അതിനെ ആശ്രയിച്ചിരിക്കും ബിസിനസിന് ആവശ്യമായിട്ടുള്ള മൂലധനം. The meaning of capital. Capital is the amount required for starting a business. Capital means the amount required for starting a business. Capital requirement is based on the size of the firm or the nature of business or which product it producing. ഒരു ഹോസ്പിറ്റൽ ആണെങ്കിൽ വലിയ തുക വേണം. If he is doing a banking business, വലിയ ഹ്യൂജ് ക്യാപിറ്റൽ വേണം. But if he is going to start a store, ഒരു സ്റ്റോർ ആണ് തുടങ്ങിയെങ്കിൽ he requires a small amount of capital. So as per the size of the business and as per the nature of the business, the capital is different. അപ്പോ ബിസിനസിന്റെ സ്വഭാവം അനുസരിച്ച് ക്യാപിറ്റലിന്റെ എമൗണ്ടിൽ വ്യത്യാസം വരുന്നു ഫോർ എ ബിസിനസിനാണെങ്കിൽ. ഇനി പ്രൊഫഷൻ, ഒരാൾ ഒരു ക്ലിനിക് ഇടാൻ ഉദ്ദേശിച്ച, ഒരു ഡോക്ടർ ഒരു ക്ലിനിക് ഇടാൻ ഉദ്ദേശിച്ചെങ്കിൽ അയാൾക്ക് എന്തെങ്കിലും ചെലവുണ്ടോ? നോ, he need to pay a rent. ഒരു റെഗുലർ റെന്റ് കൊടുക്കണം, വേണം, ഒരു സ്റ്റെതസ്കോപ്പ് വേണം, ഒരു തെർമോമീറ്റർ വേണം ചൂട് നോക്കാൻ വേണ്ടി, അതിനുപോലെ ഒരു 2 കസേര വേണ്ടി വരും. ലിമിറ്റഡ് എമൗണ്ട് ഓഫ് ക്യാപിറ്റൽ ഈസ് റിക്വയർഡ്. ഒരു ചാർട്ടേഡ് അക്കൗണ്ടന്റ് ആണെങ്കിലോ അയാൾക്ക് എവിടെയെങ്കിലും ഒരു ചെറിയ മുറി കിട്ടിയാലും മതി, അല്ലേ? അപ്പോ പ്രൊഫഷന് വളരെ കുറച്ച് മൂലധനം മതി. ബിസിനസ്സിന് അതിന്റെ സ്വഭാവവും അതിന്റെ രൂപവും സൈസും അനുസരിച്ച് വലിയ ക്യാപിറ്റലും ചെറിയ ക്യാപിറ്റലും ഒക്കെ വേണ്ടി വരും. ഫോർ എൻ എംപ്ലോയ്മെന്റ്, ഇപ്പൊ ഫാസിൽ ഒരു കമ്പനിയിൽ ജോലിക്ക് പോവാണെങ്കിൽ ഡു യു വാണ്ട് ടു പേ എനി ക്യാപിറ്റൽ? വേണ്ട, അല്ലേ? നമ്മളൊരു കമ്പനിയിൽ ജോലിക്ക് പോവാണെങ്കിൽ വി ഡോണ്ട് വാണ്ട് ടു പേ എനി ക്യാപിറ്റൽ. സോ നോ ക്യാപിറ്റൽ ഈസ് റിക്വയർഡ് ഫോർ എംപ്ലോയ്മെന്റ്. സോ കമ്മിങ് ടു റിസ്ക്, നഷ്ടസാധ്യത. റിസ്ക് എന്ന് പറഞ്ഞാൽ നഷ്ടസാധ്യത.
The person who is doing a business has to face huge amount of risk. കാരണം എന്താ, ലാഭം വരുമോ ഇല്ലയോ ഒന്നും അറിയില്ല. ഇപ്പൊ ഇന്ന് കൊറോണ ആയിട്ട് ആ ബിസിനസ്സുകാർക്ക് ഇപ്പൊ ലാഭം ഉണ്ടോ, തുറക്കാൻ പോലും കഴിയണില്ല. സോ ദേ നീഡ് ടു ഫേസ്. അവർ മേടിച്ചു വെച്ച സാധനങ്ങൾ നഷ്ടപ്പെടും, അവർക്ക് വെറുതെ റെന്റ് കൊടുക്കേണ്ടി വരും, വെറുതെ ആളില്ലെങ്കിൽ സാലറി കൊടുക്കേണ്ടി വരും, സാധനം മേടിക്കാൻ ആളുണ്ടായില്ല എന്ന് വരും. സോ ഒരു ബിസിനസ്സുകാരനാണെങ്കിൽ he need to face huge risk since the future is uncertain. ഭാവി അനിശ്ചിതമായതുകൊണ്ട്, പ്രോഫിറ്റ് കിട്ടുമോ ഇല്ലയോ എന്ന് അറിയാത്തത് കൊണ്ട് the risk for in a business is very high. But in case of profession, ഒരു വക്കീലാണെങ്കിൽ അയാൾക്ക് അത്യാവശ്യം നല്ല കേസുകളൊക്കെ ഉണ്ടെങ്കിൽ റിസ്കിന്റെ സാധ്യത ഇല്ല, അല്ലെ? ഇനിയിപ്പോ അയാൾക്ക് വക്കീലിന് ആരും ഒരു ക്ലയൻസ് ഇല്ലെങ്കിൽ അയാൾക്ക് നഷ്ടം വരുന്നില്ല. കാരണം എന്താ, അയാൾക്ക് അങ്ങോട്ടൊന്നും കൊടുക്കാനില്ലല്ലോ, ഇങ്ങോട്ട് കിട്ടിയില്ലെങ്കിൽ അങ്ങോട്ട് കൊടുക്കാനില്ല. അപ്പൊ റിസ്ക് കാര്യമായിട്ടൊന്നും ഉണ്ടാവില്ല. എംപ്ലോയ്മെന്റിനാണെങ്കിലോ, ഇപ്പൊ ജുനൈദ് ഒരു കമ്പനിയിൽ ജോലിക്ക് പോകുന്ന ഒരാളാണെങ്കിൽ ആ കമ്പനി നഷ്ടത്തിലാണെങ്കിൽ ജുനൈദ് എന്തിനു കിട്ടും? ജുനൈദിന് എന്ത് കിട്ടും? പൈസ കിട്ടിക്കൊണ്ടേയിരിക്കും. എത്ര രൂപയാണ് തരാൻ അവർ പറഞ്ഞത്, അത് കിട്ടിക്കൊണ്ടേയിരിക്കും. അവിടെ ഒരു റിസ്കും ഇല്ല. ബിസിനസിന് റിസ്ക് കൂടുതലാണ്, പ്രൊഫഷന് റിസ്ക് കുറവാണ്, എംപ്ലോയിക്ക് തീരെ റിസ്കും ഇല്ല. ഓക്കെ, ദെൻ ഇനി ട്രാൻസ്ഫർ ഓഫ് ഇൻട്രസ്റ്റ്. ഇപ്പൊ ബിസിനസ്സുകാരന് നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ചെരുപ്പ് കമ്പനി നടത്തുന്ന ഒരാൾക്ക് പെട്ടെന്ന് പറയാം, ഇനി ചെരുപ്പ് മാറ്റിയിട്ട് കുറച്ചുകൂടെ ഹോം അപ്ലയൻസസ് ആക്കാം. അയാൾക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യുക, സുഖമായിട്ട് ട്രാൻസ്ഫർ നടത്താം. അതേസമയം MBBS പഠിച്ച ഒരാൾ ഡോക്ടറായിട്ട് എങ്ങനെ പ്രാക്ടീസ് ചെയ്യുക, അയാൾ കുറച്ചും പറയണ എനിക്കൊരു എഞ്ചിനീയർ ആവണം. നടക്കുമോ? നോട്ട് പോസിബിൾ. ഓക്കെ, അപ്പോൾ ഒരു എംപ്ലോയി അയാൾക്ക് മുമ്പ് പറഞ്ഞിട്ടുള്ള ജോലി, എംപ്ലോയർ പറഞ്ഞ ജോലി തന്നെ ചെയ്യണം. അയാൾ പറയണം, എംപ്ലോയറിനോട് പറയാം എനിക്ക് ഈ ക്വാളിഫിക്കേഷൻ ഉള്ളൂ, എനിക്ക് കുറച്ചുകൂടെ വേറെ ജോലി കിട്ടണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എംപ്ലോയറിന്റെ തീരുമാനം, ജോലി കൊടുക്കുന്നവന്റെ തീരുമാനം ഏത് ജോലി ഇയാൾ ചെയ്യണം എന്നുള്ളത്. അപ്പൊ സ്വന്തമായിട്ട് താല്പര്യങ്ങൾക്കനുസരിച്ച് മാറാൻ ഒരു പ്രൊഫഷനും പറ്റൂല, ഒരു എംപ്ലോയിക്കും പറ്റൂല. പക്ഷെ ബിസിനസ്സുകാരൻ എന്ത് ചെയ്യാം, അയാളുടെ താല്പര്യത്തിനാണ് ബിസിനസ് തുടങ്ങിയതുപോലെ അയാളുടെ ഇഷ്ടത്തിനനുസരിച്ചും ബിസിനസ്സിന് മാറ്റം വരുത്താം. ഓക്കെ, ഇനി ഒരു ബിസിനസ്സുകാരന് നോ കോഡ് ഓഫ് കണ്ടക്ട് ഈസ് പ്രിസ്ക്രൈബ്ഡ്. അതായത് ഇങ്ങനെയാണ് കാര്യങ്ങൾ ചെയ്യേണ്ടതെന്നുള്ള ഒരു തരത്തിലുള്ള നിയമം ഒരു ബിസിനസ്സുകാരനില്ല, അല്ലെ? അയാളിപ്പോ 100 രൂപയുടെ സാധനത്തിന് 500 രൂപ മേടിച്ചാലും ആരെങ്കിലും വന്ന് അയാളോട് ചോദിക്കുമോ? അയാൾക്കൊരു പ്രൊഫഷണൽ എത്തിക്സ് ഇല്ല, അല്ലെങ്കിൽ അയാൾക്കൊരു ബിസിനസ് എത്തിക്സ് ഒന്നും ഉണ്ടാവില്ല. അതിന് നിർബന്ധമൊന്നുമില്ല. അങ്ങനെ ചെയ്യുന്നവർക്ക് ചെയ്യാം. കോഡ് ഓഫ് കണ്ടക്ട് തന്നെ അതാ, ഇന്ന കാര്യങ്ങളൊക്കെയാണ് ചെയ്യേണ്ടത്. അതേസമയം ഒരു പ്രൊഫഷൻ ആണെങ്കിൽ, ഒരു മെഡിക്കൽ ഡോക്ടർ ആണെങ്കിൽ അയാൾ സർജറി ചെയ്യുന്ന സമയത്ത് അയാൾ ഡ്രഗ്സ് ഉപയോഗിക്കാൻ പാടില്ല. അതൊരു പ്രൊഫഷണൽ എത്തിക്സ് ആണ്. അതുപോലെ തന്നെ മുമ്പിൽ വരുന്ന നിങ്ങൾ ഒരു പടം ഉണ്ടാവില്ലേ, അതൊരു പൃഥ്വിരാജ് ഒരു സിനിമ ഉണ്ടല്ലോ, അയാളും ഞാനും തമ്മിൽ ഉണ്ട്, അല്ലെ? അതില് പൃഥ്വിരാജ് ഡോക്ടറാണ്. പൃഥ്വിരാജിന് മുമ്പിൽ വരുന്നത് എന്താ, അയാൾ പ്രധാനപ്പെട്ട ഒരു ശത്രുവാണ് ചികിത്സയ്ക്ക് വരുന്നത്. പക്ഷെ അവിടെ എന്ത് ചെയ്യണം, അയാൾ വന്നത് ശത്രുവാണോ മിത്രമാണോ നോക്കാതെ അയാളുടെ ആവശ്യത്തിന് ഒരു ഡോക്ടർ എന്ത് ചെയ്യണം, ചെയ്തു കൊടുക്കണം. അതാണ് പ്രൊഫഷണൽ എത്തിക്സ്, അല്ലെ? ഒരു വക്കീലിനാണെങ്കിൽ, ഒരു ബാർ കൗൺസിലിൽ രജിസ്റ്റർ ചെയ്ത വക്കീലിനാണെങ്കിൽ അയാളും കുറെ 1000 അപരാധികൾ രക്ഷപ്പെട്ടാലും ഒരു നിരപരാധി പോലും ശിക്ഷിക്കപ്പെടരുത്. ഒരു പ്രൊഫഷണൽ എത്തിക്സ് ആണ്, കോഡ് ഓഫ് കണ്ടക്ട് ആണ്. അപ്പൊ എങ്ങനെ കാര്യങ്ങൾ ചെയ്യണമെന്ന് കൃത്യമായി പ്രൊഫഷന് പറഞ്ഞിട്ടുണ്ടാവും. അതേസമയം ബിസിനസ്സിന് അങ്ങനെ പറഞ്ഞിട്ടില്ല. ഇനി കമ്മിങ് ടു എംപ്ലോയ്മെന്റിന്റെ കേസിലോ, എംപ്ലോയർ വെക്കുന്ന നിയമങ്ങളും നടപടികളും അനുസരിക്കാൻ ആര് ബാധ്യസ്ഥമാണ്? എംപ്ലോയി ബാധ്യസ്ഥമാണ്. ഒന്ന് വായിച്ചു നോക്കിയാൽ മതി. എസ്റ്റാബ്ലിഷ്മെന്റിന്റെ കേസിൽ ബിസിനസ് ഇഷ്ടമുള്ള പോലെ ബിസിനസ്സുകാരൻ തുടങ്ങാം. പ്രൊഫഷണൽ എന്താണ്, പ്രൊഫഷണൽ ബോർഡിന്റെ കൺസെന്റ് വേണം. എംപ്ലോയ്മെന്റ് ആണെങ്കിൽ അപ്പോയിന്റ്മെന്റ് ലെറ്റർ വേണം. എന്ത് ജോലിയാണ് ചെയ്യേണ്ടത്? ബിസിനസ്സുകാരന് സാധനങ്ങൾ ഉണ്ടാക്കുക, വിൽക്കുക, അല്ലെങ്കിൽ വാങ്ങി വിൽക്കുക. പ്രൊഫഷൻ ആണെങ്കിൽ സേവനങ്ങൾ നൽകുക. എംപ്ലോയ്മെന്റ് ആണെങ്കിൽ എംപ്ലോയർ എന്താണോ പറയുന്നത് അതാണ് ചെയ്യേണ്ടത്. കമ്മിങ് ടു ക്വാളിഫിക്കേഷൻ, ബിസിനസ്സുകാരന് ഒരു ക്വാളിഫിക്കേഷനും വേണ്ട. പ്രൊഫഷന് ആഴത്തിലുള്ള അറിവ് വേണം. എംപ്ലോയ്മെന്റിന് എംപ്ലോയർ പറയുന്ന ക്വാളിഫിക്കേഷൻ മാത്രം മതി. അതുപോലെ തന്നെ ബിസിനസ്സുകാരന് കിട്ടുന്ന പൈസയ്ക്ക് ലാഭമെന്നും, പ്രൊഫഷണൽ ആണെങ്കിൽ അയാൾക്ക് കിട്ടുന്ന പൈസയ്ക്ക് ഫീ എന്നും, എംപ്ലോയിക്ക് ആണെങ്കിൽ അയാൾക്ക് കിട്ടുന്ന പൈസയ്ക്ക് സാലറി ഓർ വേജസ് എന്ന് പറയുന്നു. ബിസിനസ്സുകാരൻ അയാളുടെ ബിസിനസിന്റെ സ്വഭാവവും സൈസും അനുസരിച്ച് എന്ത് ചെയ്യണം? ക്യാപിറ്റൽ, മൂലധനം മാറ്റി ഇടണം. വലിയ ബിസിനസ് ആണെങ്കിൽ വലിയ മുതൽ മുടക്ക് വേണം. ചെറിയ ബിസിനസ് ആണെങ്കിൽ ചെറിയ മുതൽ മുടക്ക് മതി. ഇനി പ്രൊഫഷൻ ആണെങ്കിൽ നമുക്ക് കുറച്ച് എമൗണ്ട് ഓഫ് ക്യാപിറ്റൽ മാത്രം മതി. ഇനി എംപ്ലോയ്മെന്റ് ആണെങ്കിൽ ഒരു തരത്തിലുള്ള ക്യാപിറ്റലും വേണ്ട, കാരണം അയാൾ വേറൊരാളുടെ കീഴിൽ ജോലി ചെയ്യാണ്. റിസ്കിന്റെ കാര്യം വന്നു കഴിഞ്ഞാൽ ബിസിനസ്സുകാരന്
സ്ഥിരമായിട്ട് റിസ്ക് ഉണ്ടാവും. കാരണം ഭാവി എങ്ങനെയാണെന്ന് പറയാൻ സാധിക്കില്ല. മൊത്തം നഷ്ടവും അയാൾ തന്നെ വഹിക്കേണ്ടി വരും. പ്രൊഫഷന്റെ കേസിലാണെങ്കിൽ റിസ്ക് കാര്യമായിട്ടൊന്നും ഉണ്ടാവില്ല. അതേസമയം എംപ്ലോയ്മെന്റിന്റെ കേസിലാണെങ്കിൽ തീരെ റിസ്ക് ഉണ്ടാവുകയില്ല. Going to next important topic, importance of business. What are the importance? Why is it necessary for our society? So what are the importance of business? Improves the standard of living of people. If there is business, it results in improvement of standard of living of people. Improvement of standard of living of people. ആളുകളുടെ ജീവിത നിലവാരം ഉയർത്താൻ ഒരു ബിസിനസ് സഹായിക്കുന്നു. ലുലു എന്ന് പറയുന്ന വലിയ കമ്പനി വന്നപ്പോൾ ഒരുപാട് പേർക്ക് തൊഴിൽ കിട്ടി, ഒരുപാട് പേരുടെ ജീവിത നിലവാരം കൂടി, പുതിയ പുതിയ പ്രൊഡക്ട്സ് പരിചയപ്പെടാൻ സാധിച്ചു. ഇങ്ങനെ ഒരു ലുലു വന്നപ്പോൾ തന്നെ ഇത്രയും മാറ്റങ്ങൾ വന്നു അല്ലെ. അപ്പൊ ആളുകളുടെ ജീവിത നിലവാരം കൂടാൻ കാരണമാകുന്നു ഏത് ബിസിനസ് കാരണം. സോ നെക്സ്റ്റ്, മാസ് പ്രൊഡക്ഷൻ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ്. ഒരേ കമ്പനിയുടെ പല വെറൈറ്റി സാധനങ്ങൾ, പല കമ്പനികളുടെ ഒരേ സാധനം തന്നെ പല വെറൈറ്റി അല്ലെ. സ്മാർട്ട് ഫോണ് റെഡ്മിന്റെയും ആപ്പിളിന്റെ ഒക്കെ വ്യത്യസ്തങ്ങളാണ്. ഇതുപോലെ ബിസിനസ് കാരണം മാത്രമാണ്, ബിസിനസ് ചെയ്യുന്നത് കൊണ്ടാണ് നമുക്കെല്ലാം വ്യത്യസ്തങ്ങളായ ഒരേ പ്രൊഡക്റ്റ് തന്നെ പല വ്യത്യസ്ത തലങ്ങളിൽ പല വ്യത്യസ്ത അവസ്ഥയിൽ നമുക്ക് ഉപയോഗിക്കാൻ കഴിയണം. മൊബൈൽ ഫോൺ 10,000 രൂപയുടെ ഫോണ് നമുക്ക് പല വെറൈറ്റി കിട്ടും. അതെന്തുകൊണ്ടാണ്? ബിക്കോസ് ഓഫ് ദിസ് ബിസിനസ്. ഈ ബിസിനസ് എന്നുള്ള ആശയം ഒന്നുകൊണ്ട് മാത്രമാണ്. We are coming to next point. Provide opportunities to